ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണല്ലോ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്കിന്നിന് ഒരു ഡീപ്പ് ഹൈഡ്രേഷൻ നൽകുന്ന ഫേഷ്യലാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത്. സ്കിൻ ഗ്ലോ ആകാനും ടൈറ്റ് ആകാനും ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ കുറയ്ക്കുവാനും സ്കിൻ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആകുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഹൈഡ്രാ ഫേഷ്യൽ. എന്നാൽ ഇതെല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലല്ല, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് അധികം ചിലവുകളൊന്നുമില്ലാതെ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ അതേ എഫക്റ്റ് കിട്ടുന്ന, അതേ റിസൾട്ട് കിട്ടുന്ന, അതേ ഗ്ലോ കിട്ടുന്ന ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേഷ്യലാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് പനിയായിട്ടിരിക്കുകയാണ്, അപ്പം തൊണ്ടയൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. സൗണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ സ്വീകരിക്കുന്നു എന്നൊക്കെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഫേഷ്യലിന് ഒരു 4 സ്റ്റെപ്സാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. ഈ തൈരിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ ഈ ഫേഷ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ആണ്. ഹൈഡ്രേഷൻ കിങ് എന്ന് വേണമെങ്കിൽ പോലും പറയാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ ഹ്യൂമക്റ്റൻ്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചറിനെ ലോക്ക് ചെയ്ത് നിർത്തുവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്ലിസറിൻ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്തുവാനും ആൻറ്റി ഏജിങ്ങിനും ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാനും സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കുവാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്കിൻ കെയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അപ്പോൾ നിങ്ങൾ ഗ്ലിസറിൻ വാങ്ങുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ചോദിച്ചു വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായ ക്ലെൻസിങ് ചെയ്യേണ്ടത് കുറച്ച് തൈരിൽ കുറച്ച് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു കോട്ടണിൽ മുക്കി നമ്മുടെ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫേസിലും നെക്കിലും. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ തുണി കൊണ്ട് അത് തുടച്ചു മാറ്റാവുന്നതാണ്. അതിനുശേഷമുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിംഗ് ചെയ്യുന്നത് നമ്മുടെ പോർസൊക്കെ ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ സ്റ്റീമർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ സ്റ്റീം ചെയ്യുക. അതല്ല നിങ്ങളുടെ വീട്ടിൽ സ്റ്റീമർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചൂടാക്കി അതിലേക്കൊരു കോട്ടൺ ടവൽ മുക്കിയിട്ട് നിങ്ങളുടെ മുഖത്തിന് താങ്ങാവുന്ന ഒരു ചൂടിൽ മുഖത്ത് കുറച്ച് നേരം ഈ ടവൽ ഇട്ടാലും മതിയാകും. അപ്പോൾ സ്റ്റീമർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. അത് നന്നായിട്ട് നമ്മുടെ മുഖം സ്റ്റീം ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ്. തക്കാളി നമുക്കറിയാം സ്കിന്നിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട്. അത് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സൺടാൻ മാറാൻ, പിഗ്മെൻറ്റേഷൻ കുറയാൻ, സ്കിൻ ബ്രൈറ്റൻ ആകാൻ, പോർസ് ക്ലീൻ ആകുവാൻ, എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തക്കാളി 2ആയി മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യുക. പഞ്ചസാര വലിയ തരികളാണെങ്കിൽ അത് നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുകൊണ്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവായി സ്കിന്ന് നല്ല സ്മൂത്ത് ആകുവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഈ തരത്തിൽ ഈ തക്കാളിയിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നമ്മൾ മുഖം നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ അതെല്ലാം റിമൂവായിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ തേർഡ് സ്റ്റെപ്പായ എക്സ്ഫോളിയേഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ 4th സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. അതാണ് ഹൈഡ്രേഷൻ മാസ്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പായ ഈ 4th സ്റ്റെപ്പിൽ നമുക്ക് ഹൈഡ്രേഷൻ മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കറിയാം ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന, ആൻറ്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന, പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ കൊറിയൻ മാസ്ക്, അവരുടെ ടോണർ, ഇതിലൊക്കെ റൈസ് ഫ്ലോർ, റൈസ് വാട്ടർ ഇതൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത്.
അപ്പം ഇതിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് ഫ്ലോർ ആണ്, അരിപ്പൊടിയാണ്. രണ്ടാമതായി നമുക്കിവിടെ വേണ്ടത് അലോവേറ ജെല്ലാണ്. നമ്മളിവിടെ ചെയ്യുന്നത് ഹൈഡ്രാ ഫേഷ്യലാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ നൽകുന്ന ഒന്നാണ് അലോവേറ എന്ന് പറയുന്നത്. സോ അലോവേറ ജെൽ എന്ന് പറയുന്നത് സ്കിൻ നല്ല ഹൈഡ്രേഷൻ തരുന്ന ഒന്നാണ്, സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കുന്ന ഒന്നാണ്, ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്, സ്കിൻ നല്ല ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഒരു കൂളിംഗ് എഫക്റ്റ് തന്ന് സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ആക്കുവാനായിട്ട് അലോവേറ ജെൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മൂന്നാമതായി നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഗ്ലിസറിൻ എന്ന് പറയുന്നത് സ്കിന്നിൽ മോയ്സ്ചർ നിലനിർത്തുവാനും അതേപോലെ തന്നെ ഡൾനെസ് മാറ്റുവാനും സ്കിൻ ബ്രൈറ്റൻ ആകുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഈ മാസ്കിന് വേണ്ട മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്? അരിപ്പൊടി, അലോവേറ ജെൽ, ഗ്ലിസറിൻ. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഹൈഡ്രേഷൻ മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമുക്ക് ആവശ്യം 1 ടീസ്പൂൺ അരിപ്പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ആയിരിക്കണം നമ്മളിതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അലോവേറ ജെല്ലും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാൻ ആവശ്യമായ അത്രയും ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ 3ഉം നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തിലും നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കണ്ണാടിയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഈ മാസ്കിൻ്റെ എഫക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത്. അത്ര എഫക്റ്റീവായിട്ടുള്ള നല്ല ഗ്ലോ തരുന്ന, സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല മാസ്കാണിത്. കഴിയുമെങ്കിൽ നിങ്ങളിത് വീക്ക്ലി വൺസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഈ പാക്ക് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കയ്യിലൊരു ടോണർ ഉണ്ടെങ്കിൽ അത് മുഖത്ത് ഒന്ന് സ്പ്രേ ചെയ്യണം. നമ്മുടെ ഒരു pH ലെവൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു റോസ് വാട്ടർ ടോണർ മതിയാകും. അതല്ല നിങ്ങളുടെ കയ്യിൽ ടോണർ ഇല്ല എന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസ് ആണെങ്കിലും നിങ്ങൾക്ക് മുഖത്ത് ഒന്ന് സ്പ്രേ ചെയ്യണം. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ കൂടി മുഖത്ത് അപ്ലൈ ചെയ്യണം. അത് മറന്നു പോകരുത്. അഥവാ നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ല എന്നുണ്ടെങ്കിൽ അലോവേറ ജെല്ലിൻ്റെ കൂടെ ഒരു 2-3 ഡ്രോപ്സ് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതിയാകും. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ടോണർ യൂസ് ചെയ്യാനും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫേഷ്യൽ തയ്യാറാക്കുന്നത്. അധിക ചിലവുകളൊന്നും തന്നെയില്ല. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ സ്കിന്നിൽ വളരെ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ഫേഷ്യലാണിത്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര ഡാമേജ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും നമുക്കത് റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലിസറിൻ, നമ്മുടെ ഈ ഫേഷ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ വാങ്ങുമ്പോൾ അത് വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ വാങ്ങുക. നല്ലൊരു ബ്രാൻഡിൻ്റെ ഗ്ലിസറിൻ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഭക്ഷണം കഴിക്കുക. നല്ലതുപോലെ വെള്ളം കുടിക്കുക. നന്നായി ഉറങ്ങാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഗ്ലോയിങ് ഫേസ് ഈ ഫേഷ്യൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.